ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയോളം വലിപ്പമുള്ള ആളുകളെന്ന് പറയുന്നത് രക്തസാക്ഷികളാണ്. ഏറ്റവും പാർട്ടിയുടെ വലിപ്പം എന്നത്. അപ്പോൾ ജയരാജേട്ടൻ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. നമ്മുടെ ഈ ഒരു കാലത്ത് ഇത്രയേറെ ഒരു ത്യാഗവും ഇത്രയേറെ ആക്രമണത്തിന് വിധേയനായ വേറൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ നമുക്ക് എടുത്ത് കാട്ടാനുമില്ല. ഇപ്പോൾ അടുത്തിടെ നമുക്കറിയാം ഈ രാജ്യസഭയിൽ ഇപ്പോൾ സദാനന്ദ മാഷുടെ വെപ്പുകാലൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇര എന്ന രീതിയിലൊക്കെ ദേശീയ തലത്തിൽ തന്നെ സംഘപരിവാരക്കാർ കൃത്യമായ പ്ലാനിങ്ങോടെ നടത്തുകയാണ്. ആ സമയത്തും ജയരാജൻ്റെ പേരുകൾ പല ഇടങ്ങളിലായി ഉയർന്നു കേട്ടെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ഇത്രയേറെ സംഘപരിവാർ ഫാസിസം, ഈ ഇന്ത്യൻ ഫാസിസം ഇത്രയേറെ ശക്തമായിരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പ്രതീകമെന്ന രീതിയിൽ പി ജയരാജനെ ഉയർത്തി കാണിക്കാൻ പറ്റിയില്ല എന്ന് ചിലരൊക്കെ വിമർശിക്കുന്നുണ്ട്. അതൊന്നും ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ ചുരുക്കി കാണുന്നില്ല. യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഘപരിവാറിൻ്റെ അധിനിവേശം പല പ്രകാരത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പം നടക്കുന്ന രീതിയല്ല മുമ്പുണ്ടായിരുന്നത്. അത് കൃത്യമായിട്ട് CPM-നെ കായികമായിട്ട് ആക്രമിച്ച് തകർക്കുക എന്നുള്ള പദ്ധതിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ആക്രമിക്കപ്പെട്ടത്. കാരണം ഇതൊക്കെ ഓൾ ഇന്ത്യ നേതൃത്വമടക്കം അറിഞ്ഞുകൊണ്ടാണ് ഈ പദ്ധതികളൊക്കെ നടപ്പാക്കുന്നത്. അപ്പോൾ എന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട് ചിത്രീകരിക്കുന്നു. ഞാൻ ചില മാധ്യമങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടിയാണ് ഇക്കാര്യത്തിലും ആവർത്തിക്കാനുള്ളത്. അതായത് കേരളത്തിൽ CPM-ൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിച്ചോ എത്രയോ ആളുകൾ ജീവാർപ്പണം ചെയ്തിട്ടുണ്ട്. അത് പുന്നപ്ര വേലാറുണ്ട്. പിന്നീട് കോൺഗ്രസിൻ്റെ ഭരണം വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വേട്ടയുടെ ഭാഗമായിട്ട് കൊല ചെയ്യപ്പെട്ടവരുണ്ട്. മൊയാർത്ത് ശങ്കരനെ പോലെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അതെ, ഇപ്പം 99-ന് ശേഷം 27 വർഷം പിന്നിടുന്ന അവസരത്തിലും സജീവമായി സക്രിയമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് തന്നെ വലിയ കാര്യമാണ്. അതേസമയം ത്യാഗങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ത്യാഗം എന്താണ്? ജീവത്യാഗം. ആ ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികളെ കഴിഞ്ഞിട്ട് മാത്രമേ ഞങ്ങളെപ്പോലെയുള്ള വരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പോരാട്ടം CPM നടത്തിയിട്ടുള്ള ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമാണ്. അപ്പോൾ CPM-നെയാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്നെയും ചേർക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്.